ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രമീസ് ഫുഡ് ആൻഡ് വ്ലോഗ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പാൽപ്പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി ബർഫിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2.5 കപ്പ് പാൽപ്പൊടിയും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. പാനിൽ നിന്ന് ഇത് വിട്ടുവരുന്ന വരെ കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായി കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ പാനിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടെ തന്നെ പാത്രത്തിലോട്ട് മാറ്റാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പാത്രത്തിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ടോ സ്പാറ്റലോ കൊണ്ടോ നിങ്ങൾക്ക് ഇതുപോലെ ലെവലാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്രഷ് ചെയ്ത പിസ്ത കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ബദാമും സാഫ്രോണും കൂടെ ചേർക്കാം. അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബർഫി തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയായി വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.